മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരവും സാന്ത്വനം സീരിയലിലെ ജയന്തി എന്ന പ്രതിനായിക കഥാപാത്രത്തിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥി എന്ന നിലയിലും ശ്രദ്ധേയായ നടിയാണ് അപ്സര രത്നാകരൻ. തന്റെ കരിയറിനെ കുറിച്ചും വ്യക്തി ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങളെക്കുറിച്ചും പലപ്പോഴും അപ്സര തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് തന്നെയാണ് അപ്സരയ്ക്ക് ഒരു വലിയ വേദിയായി മാറിയതും ഒരു വലിയ വഴിയായി മാറിയതും. ബിഗ് ബോസിന് ശേഷമാണ് അപ്സര വിവാഹിതയായത് രണ്ടാമതും. ആദ്യത്തെ വിവാഹം പരാജയപ്പെട്ടുവെന്നും രണ്ടാമത്തെ വിവാഹവും പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളും പിന്നീട് എത്തിയിരുന്നു. ആദ്യ വിവാഹത്തെക്കുറിച്ച് അപ്സര തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. രണ്ടാം വിവാഹം അതേ ഫീൽഡിലുള്ള തങ്ങളുടെ ഒരേ സീരിയൽ ഫീൽഡിലുള്ള ആള് തന്നെയായിട്ടായിരുന്നു. എന്നാൽ ആ വിവാഹവും പിന്നീട് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അത്. എന്നാൽ അപ്സരയെ എപ്പോഴും ഭാഗ്യം തുണയ്ക്കും എന്ന് പറയും. അപ്സരയ്ക്ക് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയുണ്ട്. ഗവൺമെന്റ് ജോലിക്കൊപ്പം തന്നെ ഒരു പുതിയ സീരിയലിൽ ഇപ്പോൾ അപ്സര നായികയായിട്ടും എത്തുന്നുണ്ട്. അതേസമയം ബിഗ് ബോസിലേക്കും ഇപ്പോൾ 8ാം സീസണിലേക്കും അപ്സരയ്ക്ക് വീണ്ടും എത്താനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. എപ്പോഴും ഭാഗ്യം അപ്സരയ്ക്കൊപ്പം തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത്. പുതിയ പ്രൊമോയിലാണ് അപ്സര വീണ്ടും എത്തുന്നതിന്റെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. എന്താണെങ്കിലും ജീവിതത്തിൽ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തും ജോലി, സീരിയൽ ഇതെല്ലാമായി മുന്നോട്ട് പോകുമ്പോഴും അപ്സരയ്ക്ക് എപ്പോഴും ഭാഗ്യമുണ്ട് എന്നാണ് പിന്നണിയിലെ സംസാരം. നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടും താൻ ആഗ്രഹിച്ച പ്രൊഫഷണൽ നിലയിലേക്ക് താൻ എത്തിയിട്ടില്ലെന്ന് അപ്സര പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്രായത്തിലെ വിവാഹത്തെക്കുറിച്ച് യുവതലമുറയ്ക്ക് ശക്തമായ മുന്നറിയിപ്പും അപ്സര നൽകിയിരുന്നു. സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ 12ഓളം പുരസ്കാരങ്ങളും ബഡായ് ബംഗ്ലാവ്, ബിഗ് ബോസ് തുടങ്ങിയ നിരവധി ഷോകളും 36ഓളം സീരിയലുകളും ചെയ്തിട്ടുണ്ടെന്നും അപ്സര തുറന്നു പറഞ്ഞിരുന്നു. കഴിവില്ലാത്ത ഒരാൾക്ക് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ താൻ ആഗ്രഹിച്ചിടത്ത് എത്തിച്ചേർന്നിട്ടില്ലെന്നുമുള്ള നിരീക്ഷണവും താരം പറഞ്ഞിരുന്നു. ഷെൽഫിൽ പുരസ്കാരങ്ങൾ നിരത്തിയിട്ടുണ്ടെങ്കിലും അത്രയൊന്നും അംഗീകാരങ്ങൾ ലഭിക്കാത്തവർ പോലും കരിയറിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് 16 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമായിരുന്നു. 16 വയസ്സിൽ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നതായും അപ്സര വിശദീകരിച്ചു. യാതൊരു മുൻധാരണകളോ ആസൂത്രണമോ ഇല്ലാതെ 19-20 വയസ്സിൽ ആദ്യ വിവാഹം നടന്നു. ഈ പ്രായത്തിൽ ആരും വിവാഹം കഴിക്കരുതെന്നും വ്യവസായത്തിലേക്ക് കടന്നു വരുന്നവരോട് ജീവിതത്തിലും തൊഴിലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അപ്സര പറയുന്നുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി സമയവും ജീവിതവും സ്നേഹവും പൂർണ്ണമായും നിക്ഷേപിക്കരുതെന്നും എപ്പോഴും സ്വയം മുൻഗണന നൽകണമെന്നുമാണ് അപ്സര പറയുന്നത്. അപ്സരയുടെ ഈ വാക്കുകൾ അന്ന് വലിയ ചർച്ചയായി മാറിയിരുന്നു. അപ്സരയും രണ്ടാം വിവാഹം കഴിച്ച വ്യക്തിയുമായി എന്താണ് പ്രശ്നം എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. പലപ്പോഴും ഈ സീരിയൽ രംഗത്തുള്ള, അതായത് നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഇപ്പോൾ ഗൗരി കൃഷ്ണന്റെ ജീവിതം നോക്കുകയാണെങ്കിലും ഗൗരി കൃഷ്ണൻ ജീവിതത്തിൽ തിരഞ്ഞെടുത്തതും ഒരു സംവിധായകനെയാണ്. താൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ തന്നെ സംവിധായകനെയാണ് ഗൗരിയും ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തത്. അത് പിന്നീട് വലിയൊരു നഷ്ടത്തിലേക്കാണ് ഗൗരിയെ കൊണ്ടുപോയത്. വലിയൊരു ട്രോമയും ഗൗരിക്കുണ്ടായിരുന്നു.